പോലീസിന്റെ വിലക്ക് ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയ സംഭവത്തിൽ പി.വി. അൻവർ എം.എൽ.എക്ക് 8ന്റെ പണി തന്നെ കിട്ടി. നേതാവിനെതിരെ കേസെടുക്കാനാണ് നിർദ്ദേശം. തൃശൂർ കളക്ടറാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയത്. ജില്ലാ വരണാധികാരി കൂടിയാണ് കളക്ടർ. അർജുൻ പാണ്ഡ്യനാണ് അൻവറിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നേരത്തെ വാർത്താ സമ്മേളനം നടത്തരുതെന്ന് കാണിച്ച് പി.വി. അൻവറിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തിയതെന്ന് കളക്ടർ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ നാടകീയ രംഗങ്ങൾക്കായിരുന്നു ചേലക്കര സാക്ഷ്യം വഹിച്ചത്. വാർത്താ സമ്മേളനം നടത്തരുതെന്ന് പലവട്ടം ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും അൻവർ വഴങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. താൻ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നില്ല എന്നായിരുന്നു അൻവറിന്റെ നിലപാട്. ഇതിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോട് അൻവർ തർക്കിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് തൃശൂരിലെ ചേലക്കര. ഇവിടെയായിരുന്നു അൻവർ വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് കളക്ടർ കണ്ടെത്തിയത്. മണ്ഡലത്തിലെ പരസ്യ പ്രചരണത്തിനുള്ള സമയപരിധി തിങ്കളാഴ്ച വൈകിട്ടോടെ അവസാനിച്ചിരുന്നു. ഇതോടെയാണ് അൻവറിന്റെ വാർത്താ സമ്മേളനം തടയാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. നിശബ്ദ പ്രചരണം മാത്രമാണ് വോട്ടെടുപ്പിന്റെ തലേ ദിവസം അനുവദിക്കുക എന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ നിലപാട്. എന്നാൽ ഈ ചട്ടം കാണിക്കാൻ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥനെ അൻവർ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. നിയമസഭാംഗമായതിനാൽ തന്നെ അൻവറിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടണമെന്നാണ് ചട്ടം. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കാനാണ് സാധ്യത. പോലീസ് ഇതിനായി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് ലഭ്യമായ വിവരം. ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്നായിരുന്നു നിലമ്പൂർ എം.എൽ.എ ആരോപിച്ചത്. പിണറായി എന്തിനാണ് ഭയക്കുന്നതെന്നായിരുന്നു ശേഷം വാർത്താ സമ്മേളനത്തിൽ അൻവർ ഉയർത്തിയ പ്രധാന ചോദ്യം. ഇന്ന് പ്രചരണം നടത്തരുതെന്ന് ചട്ടത്തിൽ എവിടെയും പറയുന്നില്ലെന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പാർട്ടികളും മുന്നണികളും മണ്ഡലത്തിൽ ചിലവഴിച്ച പണത്തെക്കുറിച്ചായിരുന്നു പി.വി. അൻവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. കോളനികളിൽ ഉൾപ്പെടെ ഇടതുമുന്നണി പണവും മദ്യവും ഒഴുക്കുകയാണെന്ന് അൻവർ ആരോപിച്ചിരുന്നു. ചെറുതുരുത്തിയിൽ നിന്ന് പിടിച്ചെടുത്ത പണം ആരുടേതായിരുന്നുവെന്നും അൻവർ ചോദിക്കുകയുണ്ടായി. കൂടാതെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പി.വി. അൻവർ സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 3 മുന്നണികളും ചേർന്ന് കോടിക്കണക്കിന് രൂപയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചിലവഴിച്ചതെന്നും ഇത് കമ്മീഷൻ അനുവദിച്ചതിലും 10 മടങ്ങ് അധികമാണെന്നും അൻവർ ആരോപിക്കുകയുണ്ടായി. അതേസമയം പി.വി. അൻവറിന്റെ DMK-യിൽ പിളർപ്പുണ്ടായിരിക്കുന്നുവെന്ന വാർത്തകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. പുതിയ പാർട്ടി രൂപീകരിച്ച് ആഴ്ചകൾ പിന്നിടുന്നതിനു മുൻപാണ് പാർട്ടിയിലെ ആദ്യ പിളർപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇത് പി.വി. അൻവറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു.